നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ, അല്ലാതെ ഈ വിഷമടിച്ച ഉൽപ്പന്നങ്ങളല്ല, ക്വാളിറ്റിയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അത് മാർക്കറ്റ് ചെയ്യും. എല്ലാം ജനങ്ങളുടെ നന്മ. ഈ നമ്മുടെ ഈ GCDA പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം പറയുന്നത് ഉള്ളി ജനങ്ങളുടെ നന്മ മാത്രമാണ്. ജനങ്ങൾക്ക് എന്ത് നന്മ ചെയ്യാൻ പറ്റും, എന്ത് സേവനം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രോജക്റ്റുകളും. പിന്നെ ഇതിൻ്റെ അകത്ത് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ആരംഭിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അതിൻ്റെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യും. ഇതിലൂടെ ചെയ്യും. ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. IT യൂണിറ്റുകൾ ചെയ്യാൻ പറ്റും. IT യൂണിറ്റ് സ്റ്റാർട്ടപ്പുകളൊക്കെ അങ്ങനെ അത് എല്ലാ തരത്തിലും. പിന്നെ ഇത് ട്രാവൽ ആൻഡ് ടൂറിസം കേരളത്തിന് അല്പ സാധ്യതയുള്ള മേഖല ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ അതിൽ വിദഗ്ധന്മാരോട്ടൊക്കെ ആലോചിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നമ്മൾ കോർത്തിളക്കിക്കൊണ്ട് ഇതൊരു വലിയ ജനകീയ മൂവ്മെൻ്റായി കൊണ്ടുവരാൻ പറ്റും. ഒരു 2-3 കൊല്ലം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, 3-4 കൊല്ലം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് കഴിയുമ്പോഴത്തേക്ക് വലിയൊരു ജനകീയ മൂവ്മെൻ്റായി എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു ഒന്നായി. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അതെല്ലാം ഉണ്ട്. പിന്നെ ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഓൺലൈൻ മാർക്കറ്റിംഗിനാണ് ഫസ്റ്റ് കാണുന്നത്. അതെല്ലാം ക്രമേണ ഈ ഒരു 5 കൊല്ലം കൊണ്ട് ഒരു 5 ഇയർ പ്രോഗ്രാമാണ്. 5 കൊല്ലം കൊണ്ട് ഈ പ്രോജക്റ്റുകളെല്ലാം വരും. വന്നു കഴിയുമ്പോൾ ഇപ്പോൾ 1730 രൂപ 33 രൂപ മുടക്കി $20 എടുക്കുന്നവരുടെ വാല്യൂ അന്നേരം ഈ ലാഭം മാത്രമല്ല, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലക്ഷങ്ങളും കോടികളും ഒക്കെ ആയി മാറും. ഇപ്പോൾ ഒരു ബിറ്റ്കോയിന് 82 ലക്ഷം രൂപ ഉള്ളതുപോലെ ഇതിൻ്റെയും വാല്യൂ ലക്ഷങ്ങളും കോടികളിലേക്ക് കവർ ചെയ്യും. ആ തരത്തിൽ, അതായത് ലോകത്തിൽ ആദ്യത്തെ പ്രോജക്റ്റാണിത്. ഈ 10ഓളം ഫിസിക്കൽ പ്രോജക്റ്റുമായി ബിറ്റ്കോയിനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. ഡിജിറ്റൽ കറൻസി ഇന്നിപ്പോ എല്ലാം ലോകമെമ്പാടും ഒരു ഇന്ത്യയിൽ മാത്രമേ അതിന്റെ ഒരു കുറച്ചുള്ളൂ. ഇന്ത്യയിൽ ഇപ്പൊ ഗവൺമെന്റ് ഏകദേശം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ ഈ ഫിസിക്കൽ പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നാടിനെ നന്നാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ വരുമാനങ്ങൾ നമ്മൾക്കൊക്കെ എങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് 20 ടോക്കണായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു വരുമാനം, ആ വരുമാനത്തിന്റെ 1% അവർക്ക് വർഷം കൊടുക്കുന്ന $20 എടുത്ത് 1% ഉണ്ടാവും. അപ്പൊ വരുന്ന ലാഭവീതത്തിന്റെ എത്ര ലാഭമുണ്ടോ അതിന്റെ 1% വീതം കൊടുക്കുന്നു. അവരെത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, $100 എടുക്കുന്നവർക്കാണെങ്കിൽ 2%, $500 എടുക്കുന്നവർക്ക് 3%, $1000 എടുക്കുന്നവർക്ക് 4%, $3000 എടുക്കുന്നവർ 5%. അപ്പൊ അതിന്റെ ലാഭം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അതിന്റെ വാല്യൂ ആണ് ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ്. അവരുടെ കറൻസി വാല്യൂ, ടോക്കന്റെ ഫ്യൂച്ചറിൽ നമ്മളിപ്പോ ഈ ബിറ്റ്കോയിന്റെ കാര്യം ബിറ്റ്കോയിൻ പോലെ ഇത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഇത് നമ്മൾ പ്രചരിപ്പിക്കുക. ഗ്ലോബൽ കറൻസിയായിട്ട് ഗ്ലോബലായിട്ട് തന്നെ ഇത് എല്ലാ രാജ്യത്തും, ഇപ്പോൾ അമേരിക്കയിലെ UK എല്ലാ രാജ്യങ്ങളിലും നമ്മളിത്, കാരണം മലയാളികളില്ലാത്ത രാജ്യങ്ങളില്ല, ലോകത്തെല്ലായിടത്തും മലയാളികളുണ്ട്. അപ്പോൾ അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ഇതിൻ്റെ ചാമ്പ്യന്മാരാക്കിക്കൊണ്ട് ആ രാജ്യങ്ങളിലെല്ലാം ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ നമ്പർ 1 പ്രോജക്റ്റായിട്ട് ഇതിന് 5 കൊല്ലം അല്ലെങ്കിൽ മാക്സിമം 10 കൊല്ലം ലോകത്തിലെ നമ്പർ 1 പ്രോജക്റ്റായി ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ GCDA പ്രോജക്റ്റിൻ്റെ പരമലക്ഷ്യം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും വല്ല പൊതുവെ ഒരു മോശമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. ക്രിപ്റ്റോ കറൻസി കുറേ ആളുകളുടെ അതെങ്ങനെയാണ്, അങ്ങനെ സാറിൻ്റെ അഭിപ്രായം എന്താണ്? പിന്നെ ക്രിപ്റ്റോ കറൻസി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എല്ലാത്തിലും ഉണ്ടല്ലോ, ചതിയും വഞ്ചനയൊന്നുമില്ല, അതിൻ്റെ അത്ര ഇല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. നമ്മളിത് ഡ്യൂപ്ലിക്കേറ്റ് പോലെ അതൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയുള്ള പ്രോജക്റ്റ് അല്ല. ഇത് ജനങ്ങൾ അവരുടെ പങ്കാളിത്തത്തോടു കൂടി അവർക്ക് അതിന്റെ നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ പ്രോജക്റ്റുകൾക്കെല്ലാം ഇന്ത്യയിലെ ലൈസൻസും കാര്യങ്ങളും എടുത്തിട്ടാണ് ചെയ്യുന്നത്? അല്ല, നമ്മളിപ്പോ UK ലൈസൻസ് എടുത്തിട്ടുണ്ട്, ഇന്ത്യ ലൈസൻസ് അല്ല, നമുക്കിപ്പോ ഇൻഫ്രാസ്ട്രക്ചർ ലൈസൻസ് തന്നെ എടുക്കണമല്ലോ. അതൊക്കെ എടുക്കും. ലൈസൻസ് എന്തൊക്കെ ലൈസൻസ് വേണോ അതെല്ലാം എടുത്ത് നിയമപരമായിട്ടായിരിക്കും ഇതിന്റെ പ്രോസസ്. അപ്പൊ അതല്ലേ ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഇങ്ങനെ ഒരു പേരുദോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ എല്ലാ GST അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് നിയമപരമായിട്ട് തന്നെ പോകുന്നതാണ്. ഇപ്പൊ ഗവൺമെന്റിന് 30% വരെ ടാക്സ് കിട്ടുന്നതായിരുന്നു, 30% വരെ ടാക്സ് കിട്ടുന്നത്. എല്ലാം ഇത് നമ്മുടെ ബാങ്ക് മറ്റ് ബിസിനസ് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന് വലിയ
വരുമാനം ഉണ്ടാക്കുന്നത്. എല്ലാ ലൈസൻസിനോടും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ഗവൺമെന്റിന് ടാക്സ് റവന്യൂ ആകും. ഇൻകം ടാക്സിന്റെ റവന്യൂ ആയിട്ടായാലും GST ആയിട്ടായാലും ഇന്ത്യ ഗവൺമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവും. ഉടൻ തന്നെ ഉണ്ടാവും. പിന്നെ GCD ഫൗണ്ടേഷൻ, നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇതിനെ സംബന്ധിച്ച് GCD ഫൗണ്ടേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചാരിറ്റി അങ്ങനെ എന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചാരിറ്റി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ്. ഒരു ഇന്നത്തെ കാലത്ത് ഒരു ചാരിറ്റിക്കാണ് പ്രാധാന്യം ഉണ്ട്. ചാരിറ്റി നമ്മൾ ചെയ്യും, അതിനൊരു പ്രൊജക്ട് ഉണ്ടാക്കും, ഒരു വഴി ഉണ്ടാക്കും. അല്ല, GCD ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ അത് അത്യാവശ്യമാണ്. വേറെ നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പിന്നെ ഹോസ്പിറ്റലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിൽ, അലോപ്പതി ഹോസ്പിറ്റലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ അല്പം ചാർജ് കുറച്ച് ആ രീതിയിൽ നമ്മൾ അത് പ്ലാൻ ചെയ്യും. എല്ലാ ജില്ലകളിലും നമ്മൾ അത് പ്ലാൻ ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. GCD ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ അല്ല. അപ്പോൾ ഫൗണ്ടേഷന് കിട്ടുന്ന ഒരു ലാഭവീതമോ അല്ലെങ്കിൽ ചാരിറ്റിയിലേക്ക് ഉപയോഗിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വേണം. അത് വേണം. അത് നമ്മൾ ആലോചിക്കും. കാരണം എല്ലാം ഫൈനലായിട്ടില്ല. ചാരിറ്റി എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കറിയാൻ കഴിയുന്നത്, ഇന്ന് നമ്മുടെ ഈ നല്ല ഏറ്റവും ബ്രൈറ്റായ കുട്ടികൾക്ക് പോലും അവർക്ക് പഠിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവരുടെ പഠിത്തം നിന്നു പോവുക. ഇപ്പം എനിക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പുണ്ടായൊരു സംഭവം പറയുകയാണ്. 2 മാസത്തിന് മുമ്പ് എന്നെ അറിയത്തില്ല, അവർക്ക് ഞാനും അറിയത്തില്ല. കോട്ടയത്ത് നിന്ന് ഒരു രാഹുൽ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അവന് ആരോ പറഞ്ഞതാണെങ്കിൽ താമരായിട്ട് സാറിന് കണ്ടാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, സാറേ ഒരു കുട്ടി ഹോസ്റ്റൽ ഫീ കൊടുത്തിട്ടില്ല, മാസം കൊടുക്കാൻ ആരുമില്ല സഹായിക്കാൻ. നായർ കുടുംബമാണ്, പക്ഷേ വളരെ ദരിദ്രമായ കുടുംബമാണ്, വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞാനപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് ആ മാസം വാടക കൊടുത്തു, 5000 രൂപ കൊടുത്തു. പിറ്റേ മാസവും കൊടുത്തു. അപ്പോഴാണ് ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചത്. കുട്ടിയെക്കുറിച്ച് എന്തിനാണ് പഠിക്കുന്നത് BBA ഏവിയേഷന് പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കാണെങ്കിൽ പിന്നെ ഇപ്പോൾ എൻ്റെ ഹിസ്റ്ററി ചോദിച്ചു. അപ്പോൾ ആ വീട്ടിൽ ഈ കുട്ടിയാണ് മൂത്തത്. ഒരു ഇളയ പയ്യനുണ്ട്. ഇളയ പയ്യനാണെന്നൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരു കാലം ഇല്ലായിരുന്നു. ആ ഇപ്പോൾ 10 കാലം വെച്ചിട്ടുണ്ട്. വാടകയ്ക്ക് താമസിക്കുക. ഈ കുട്ടിക്ക് +2 എല്ലാത്തിനും A+ആണ്. പെൺകുട്ടിക്ക്. അപ്പോൾ ആ കുട്ടി കാണാൻ നല്ല പിടിക്കൊരു കുട്ടി, വളരെ സ്മാർട്ട് കുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് പൈലറ്റ് ആവണം. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുള്ള പൈലറ്റ് ആകണമെന്നൊരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുക, +2 പാസ്സായ ഒരു കുട്ടി ചിന്തിക്കുക, അതൊക്കെ തന്നെ ഒരു വലിയൊരു പിന്നെ ഇത് ആർക്കും നിശ്ചയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരാളും ചിന്തിക്കുന്നതല്ല അത്. ഒരു പൈലറ്റ് ആവണമെന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിന്നെ +2 പാസ്സായ ഒരു കുട്ടി മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്ക് പൈലറ്റ് ആവണം. അത് ഒരു പെൺകുട്ടി, അതും വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളൊരു കുട്ടി ചിന്തിക്കുകയാണ്. എന്നിട്ടാണ് ആ കുട്ടി പോയി ബാംഗ്ലൂർ പോയി ഈ BBA ഏവിയേഷന് ചേരുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം മറ്റേതിന് പോകേണ്ടത്, ഏവിയേഷൻ ചേരുന്നത്. അതിന് ഫീസ് കൊടുക്കാൻ പോലും കാശില്ല. 50,000 രൂപ അഡ്മിഷൻ ഫീ കൊടുക്കണം. ആ 15,000 കൊടുത്തുള്ളൂ. പക്ഷേ ആ മാനേജ്മെൻറ്റ് ബാക്കി പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യും. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. ഈ കഴിഞ്ഞ മാർച്ച് 23-ാം തീയതി ആയപ്പോഴത്തേക്ക് ഫീസ് അടയ്ക്കണം യൂണിവേഴ്സിറ്റിക്ക്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മാനേജ്മെൻറ്റിന്. ഞാൻ മാനേജ്മെൻറ്റ് വിളിച്ച് ചോദിച്ച്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ഇത് യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ട കാശാണ്, 2 ലക്ഷം രൂപ അടയ്ക്കണം. ഒരു വഴിയില്ല. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ 2 ലക്ഷം രൂപ പലിശക്കെടുത്ത്, 5000 രൂപ പലിശക്കെടുത്ത് ഞാൻ നേരിട്ട് ആ മാനേജ്മെൻറ്റിന് അയച്ചു കൊടുത്ത് ആ കുട്ടിയെ ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ കോളേജ് അധ്യാപകരുടെ അടുത്തേക്കെല്ലാം ഇത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുത്ത് ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ വളരെ കുറഞ്ഞ രീതിയിൽ ആളുകൾ, നമ്മളിപ്പോൾ ആളുകൾ അങ്ങനെ ചിന്തയില്ല ആൾക്കാർക്ക്. ഒത്തിരി മേഖലയിൽ എല്ലാ ആരും അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നില്ല ആൾക്കാർ. നമ്മുടെ സമൂഹത്തോടുള്ളൊരു ബാധ്യത ഇന്ന് ആർക്കും കാണുന്നില്ല. പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ ഞാൻ സുരേഷ് ഗോപി വിളിച്ച് പറഞ്ഞു. ഉടൻ തന്നെ സുരേഷ് ഗോപി പറഞ്ഞു, സാറേ ക്ഷമിക്കുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ 2 ലക്ഷം രൂപ ഇട്ടേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ കൊടുത്താമെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ ഇട്ട് കൊടുത്ത് ആ കാശ് വ്യത്യാസം ഇവിടെ കൊണ്ട് തന്ന് അപ്പോൾ ആ കടവന്ന് തീർത്ത് ഇപ്പോൾ മാസം ഞാൻ ഇനി വാടക ഹോസ്റ്റൽ ഫീസൊക്കെ ഞാൻ തന്നോളാം. വേറെ ആരെങ്കിലും തരികയാണെങ്കിൽ അത് താനോട് സൂക്ഷിച്ച് എടുക്കരുത് ആ കാശ്. അങ്ങനെ എത്ര പിന്നെ ഞാൻ എൻ്റെ പെൻഷൻ കാശിൻ്റെ അകത്തുനിന്ന്